Thank you, madam. Good afternoon, all. Okay. മാഡം നസീമോട് എന്നെ പരിചയപ്പെടുത്തി. പക്ഷേ കുറേ പേർക്ക് അറിയാം, അറിയാത്തവരും ഉണ്ടാവും. വയനാട് കൽപ്പന സ്വദേശിയാണ്. കഴിഞ്ഞ കൊറോണയുടെ കാലത്ത് അവസാനത്തെ സമയത്ത് എൻ്റെ സുഹൃത്തും ഇന്ന് കമ്പനിയുടെ DSDM റാങ്കിൽ വർക്കിംഗ് ചെയ്യുന്ന ലിനി സാറാണ് എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തുന്നത്. ഇതുപോലെയല്ല, ഒരു ഡിജിറ്റൽ കൊറോണയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്തുപോയി സംസാരിക്കാനോ കാണാനോ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മളൊക്കെ മൊബൈലിലോ അല്ലെങ്കിൽ TV-യിലൊക്കെ ശരണം പ്രാപിച്ചിരിക്കുന്ന സമയത്താണ് എന്നോട് വിളിച്ച് പറയുന്നത്, ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് ഉണ്ട്, കേൾക്കാൻ താല്പര്യമുണ്ടോ, വേണമെന്ന് കേട്ട് നോക്ക്, രക്ഷപ്പെട്ട കുറേ ആളുകളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ച് തരുന്ന പണി തരുന്നതൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പണിയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് എൻ്റെ സുഹൃത്തിനെ ഇത് കേട്ടിട്ട്, ഞാൻ അവനെങ്ങാട്ടി കുറച്ച് ബുദ്ധിയുള്ള ആളാണ്, ലോകവിദ്യയുള്ള ആളാന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചിട്ട് തിരുത്തിയിട്ട് അദ്ദേഹത്തെ നേർവഴിക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് കേട്ട ഒരു പ്ലാറ്റ്ഫോമാണ് എൻ്റെ ജീവിതം മാറ്റിയത്. ആ പ്ലാറ്റ്ഫോം കേൾക്കുമ്പോൾ തന്നെ എനിക്ക്, നിങ്ങൾക്ക് ഇവിടെ ആദ്യമായിട്ട് പ്ലാൻ കേൾക്കാൻ നിന്ന ആൾക്കാർക്ക് മനസ്സിലുള്ള സംശയങ്ങൾ ഉണ്ടാവില്ല. അതേപോലെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങൾ, ഇത് പറ്റിക്കുന്നതാണ്, ആളെ ചേർത്തുന്ന പരിപാടിയാണ്, മണി ചെയിനാണ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ, പിന്നെ അതുപോലെ എത്ര ക്യാഷ് കൊടുക്കാൻ പറ്റുമെന്ന കുറേ സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങൾക്കൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ ഞാൻ ഇതിൽ വന്നത് കേട്ടോ. ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ധാരണകൾ എനിക്ക് മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഏറ്റെടുത്തത്. ആ പ്ലാറ്റ്ഫോം ഏറ്റെടുക്കുന്നതിന് മുൻപേ നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ നിങ്ങൾക്കും അത് റിലേറ്റഡ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും. എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണക്കാരുടെ പ്രശ്നങ്ങളൊക്കെ ഒരേപോലെയാണ്. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. അന്ന് എനിക്കുണ്ടായിരുന്നത്, കൊറോണ വന്ന സമയത്ത് എല്ലാവരും ആഗ്രഹിച്ച പോലെ, എല്ലാവരും ടെൻഷൻ അടിച്ചതുപോലെ, എല്ലാവരും സങ്കടപ്പെട്ടതുപോലെ, പ്രയാസപ്പെട്ടതുപോലെ എനിക്കും പ്രയാസങ്ങളുണ്ടായിരുന്നു. ചിലവും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ കൊറോണ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇനി കഴിയും, ഇത് നമ്മളെ കൂടെയൊക്കെ പറഞ്ഞിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കൊറോണയുടെ കൂടെ ഇനി ജീവിക്കണം എന്നാണ്, കോവിഡിൻ്റെ കൂടെ. അപ്പോൾ ഇവിടെ ഉള്ള ആരോഗ്യ മേഖലയുള്ള കുറേ പേരെ എക്സ്പീരിയൻസോട് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് വന്നത് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും നമ്മൾ? ഇനി എനിക്ക് പഴയ ജോലിയിലോട്ട് പോകാൻ കഴിയും? ആ സമയത്താണ് നമ്മളൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ വരുമാനം വേണം എന്ന് ആഗ്രഹിച്ചത്. ആ സമയത്ത് എൻ്റെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ പോലും ഞാൻ ഒരു പക്ഷേ ഇതിൽ കയറില്ലായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇത് കഴിഞ്ഞാൽ വേറെ ജോലി ചെയ്യാനുള്ള സമയമുണ്ട്. പക്ഷേ ഈ കൊറോണ വന്നതുകൊണ്ടാണ് എനിക്കങ്ങനെ ഇനി ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ അതിലെ സാധ്യതകളും എൻ്റെ മനസ്സിൽ ഞാൻ അറിയാതെ തന്നെ തിരയുന്നുണ്ടായിരുന്നു. എനിക്ക് എക്സ്ട്രാ ഒരു വരുമാനം വേണം, സ്ഥിരമായിട്ടുമല്ല. അങ്ങനെ ഞാൻ പ്ലാൻ കേട്ട സമയത്ത്, നിങ്ങൾ ഇവിടെ മേരി മാഡം വളരെ വ്യക്തമായി പറഞ്ഞു തന്ന ഒരു പ്ലാൻ, ആദ്യം തന്നെ കമ്പനിയുടെ പേരിലൊക്കെ പ്ലാന്, നമുക്കറിയാം പല മേഖലയിൽ വർക്ക് ചെയ്തിട്ട് ബിസിനസ് ആദ്യമായി ചെയ്യുന്ന മേരി മാഡത്തിന് നമ്മളുടെ പേരിലൊക്കെ ഒരു താങ്ക്സ് പറയുകയാണ്. ഒരുപാട് വർഷം സർവീസിലിരുന്ന മാഡമാണ്. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് ജീവിതത്തിൽ അതിനേക്കാൾ സന്തോഷം, അതിനേക്കാൾ സമാധാനം നൽകുന്ന വേറൊരു മേഖല കിട്ടിയപ്പോൾ ഈ സമയത്തും ഏറ്റെടുത്തതിന് വലിയൊരു കൺഗ്രാജുലേഷൻസ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ MC പറഞ്ഞത് നസീമ മേഡമാണ്. ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇനി പുറത്തു പോയിട്ട് വേറെ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമോ ഒരു സ്വപ്നത്തിൽ പോലും കാണാതിരുന്ന ഒരു വീട്ടമ്മയായിരുന്നു. എനിക്കറിയാം, എൻ്റെ ടീമിലുള്ളത് ആയതുകൊണ്ട് തന്നെ. പക്ഷെ അവരിന്ന് മന്ത്ലി പെർഫോമൻസ് ബോണസ് ശമ്പളം മേടിക്കുന്ന ഒരു വീട്ടമ്മയായിരുന്നു. 2 ലക്ഷം രൂപയുടെ ഫാമിലി ഇൻഷുറൻസ് അർഹത നേടിയിരിക്കുന്നു. പക്ഷെ നാളെ അവരൊക്കെ ഒരു കാറൊക്കെ ഓടിച്ചിട്ട് സ്വന്തം ക്യാഷ് കൊണ്ട്, അവരുടെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നുണ്ടാവാം, പക്ഷെ സ്വന്തം ക്യാഷ് കൊണ്ട് കാറും വണ്ടികളൊക്കെ വാങ്ങിച്ചു ഓടിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് വരും സമയത്ത് കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ MC പറഞ്ഞ നസീമ മാഡത്തിനും വളരെ കമ്പനിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കിടക്കാം. നിങ്ങൾ കേൾക്കുന്ന അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും അത് ഒരു ഇൻസ്പയർ ആവുകയാണെങ്കിൽ എനിക്ക് അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പ്ലാൻ കേട്ട സമയത്ത് പ്ലാനിൽ വന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു, ടെക്നോളജി ചേഞ്ചസ് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഇതൊക്കെ കേട്ടതാണ്. ഇന്നസെന്റ് നമ്പർ കേൾക്കുന്ന പോലെ ഇതൊക്കെ നമ്മളും കുറെ കേട്ടതാണ്. അത് കഴിഞ്ഞിട്ട് 4 മേഖലകൾ, അതും നമ്മൾ കേട്ടതാണ്. 4 മേഖലകൾ ഉണ്ടാവും, അതൊക്കെ നമ്മൾക്ക് പറയാം. പക്ഷെ
അത് കഴിഞ്ഞ് വന്നു നമുക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങൾ. ലീഗാലിറ്റി അന്ന് ആരും ചർച്ച ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു. നിയമപരമായിട്ട് ഇതിന് പരിരക്ഷയുണ്ട് എന്നുള്ളത് ആ ഒരു പേജ് വന്ന സമയത്ത് വ്യക്തമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഗൈഡ് ലൈൻസും ഒക്കെ നമുക്ക് അതിൽ കാണാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളെ GST സർട്ടിഫിക്കറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞു, അതേപോലെ പാൻ കാർഡ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കൊക്കെ ഇന്ന് നമ്മുടെ കയ്യിൽ ഫോണുണ്ട്. ആ നിമിഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതൊക്കെ സത്യമാണോ അല്ലേ എന്നുള്ളത്. നമ്മളത് ചെക്ക് ചെയ്ത് നോക്കി കറക്റ്റ് ആണല്ലോ. പ്ലാൻ കേട്ട സമയത്തല്ല, അത് കഴിഞ്ഞിട്ട് നമുക്കൊക്കെ അത് അറിയാനുള്ള മാർഗങ്ങളുണ്ട്. അത് കഴിഞ്ഞ് വന്നു നമ്മളുടെ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് നമ്മളെ പ്രൊഡക്റ്റുകൾ വന്നു. മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. ഞാനന്ന് പറഞ്ഞപ്പോൾ നമ്മളെ 3 മാനേജ്മെന്റ് ഉണ്ടായിരുന്നു, 3 പേരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ 2 പേരെ നമ്മൾക്ക് അറിയില്ല ആരാന്നുള്ളതൊന്നും, അന്ന് കേൾക്കുന്ന ആളാണ്. പക്ഷെ മൂന്നാമൻ ആരാണെന്നുള്ളത് ഇപ്പോഴും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ ബിസിനസ് എന്നുള്ള അഭിമാനത്തോടെ പറയാൻ എനിക്ക് കഴിയുന്നുണ്ട്. അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാതെ തന്നെ അറിയാം. നമ്മുടെ ചെയർമാൻ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ബിസിനസ് സെലിബ്രിറ്റി, ഒരു പക്ഷേ ബിസിനസ് സെലിബ്രിറ്റി എന്ന് പറയുന്നത് അധികാല കുറിച്ചൊന്നും പറയാറില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ വണ്ണാനുള്ള ഒരു സെലിബ്രിറ്റി ബിസിനസ് മാൻ എന്ന് പറയുന്നത് ബോച്ചേനെയായിരിക്കും. അപ്പൊ അദ്ദേഹത്തിൻ്റെ വന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഇരിക്കാൻ കാരണം ഒരു പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള ഒരു വിശ്വാസത്തോടെ ഇരിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് ബോച്ചെ എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം ആയിരിക്കും. അപ്പൊ അവരുടെ പാർട്ണർ ആയിട്ടാണ് നമ്മൾ വരുന്നത് എന്നുള്ള ഒരു അറിവ് എനിക്ക് അതിൽ നിന്ന് കിട്ടി. പക്ഷെ അവിടെ ഒന്നും എൻ്റെ സംശയത്തിന് ഉത്തരം അതിൽ നിന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ വീണ്ടും സംശയം മനസ്സിൽ വരുന്ന ഓരോ സംശയത്തിനും അതിന്റെ ഉത്തരങ്ങൾ അതിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ പ്ലാൻ കേട്ട സമയത്ത് അടുത്തത് വന്ന് പ്രൊഡക്റ്റുകൾ. ആ പ്രൊഡക്റ്റ് വന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടെ നമ്മളുടെ സ്റ്റോറുകളുടെ ഫോട്ടോ വന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പറഞ്ഞ സമയത്ത്, ഇതൊക്കെ പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സ് മാറാൻ തുടങ്ങി. ഞാൻ കേട്ട ഇതുപോലെയുള്ള ബിസിനസ്, ഒരു പക്ഷേ നമ്മളോട് വിളിച്ച് പറയുന്ന നിനക്കൊരു പണിയുണ്ട് എന്ന് പറയുന്ന ബിസിനസ്സൊക്കെ, ഒരു പണിയായി തീരുന്ന ബിസിനസ്സൊക്കെ ഒരിക്കലും ഒരു ഓഫീസ് കാണിച്ചു തന്നിട്ടില്ല. അവരുടെ പ്രൊഡക്റ്റുകൾ എന്താണെന്നുള്ളത് കാണിച്ചു തന്നിട്ടില്ല. നമുക്ക് ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റ് ആണോ, അല്ലെങ്കിൽ ഈ ഓഫീസ് നമുക്ക് കാണാൻ പറ്റുന്ന ഓഫീസാണോ എന്നുള്ളതൊന്നും ഇല്ല. അവർ വന്ന് ഒരു പ്ലാൻ പറയും, അവരോട് സംശയം ചോദിക്കുമ്പോൾ അവർ അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, നീ എന്തിനാ അതൊക്കെ അറിയുന്നത്, എനിക്ക് ക്യാഷ് കിട്ടിയാൽ പോരെ. അങ്ങനെ നമ്മൾ അറിയാത്തൊരു ക്യാഷ് കിട്ടാനുള്ള ഒരു അവസരം ലോകത്തുണ്ടോയെന്ന് എനിക്ക് അറിയുന്നില്ല. നമ്മളെ ബുദ്ധിയെ വിശ്വസിക്കാൻ കഴിയാത്തൊരു ക്യാഷ് കിട്ടാൻ അവസരം ലോകത്തുണ്ടോയെന്നത് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും ഞാനൊരിക്കലും അതിന് പാട്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം. അവിടെ ഞാൻ എൻ്റെ ബുദ്ധിയെ ഞാൻ മനസ്സിലാക്കണം, കൺവിൻസ് ചെയ്യണം. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ നിന്നത്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് സംശയങ്ങളുണ്ട്. അപ്പോൾ ആ സംശയത്തിന് ഉത്തരം കിട്ടുകയാണ്. മാനേജ്മെന്റ് വന്നു, പ്രൊഡക്റ്റ് വന്നു. പക്ഷെ അതിനേക്കാൾ വലുതായിട്ട് പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ഒക്കെ അറിയാം വരുമാനം എങ്ങനെയാണ് കിട്ടുന്നത്. ഈ വരുമാനം കൊടുക്കാൻ പറ്റുമോ? അവിടെയാണ് ട്രേഡ് വിത്ത് ടെക്നോളജി എന്നുള്ള ഒരു പേജ് നിങ്ങൾക്ക് കിട്ടി. നമ്മൾ 10 രൂപയുടെ സാധനം 60 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഒരു 8 പേർക്ക് അതിന് ലാഭവിഹിതം പോകുന്നു. ഒരു സോപ്പാണെങ്കിൽ അത് കൊണ്ട് കുളിക്കുന്ന നടി എന്ന് പറയുന്നു ഇതിൻ്റെ സൗന്ദര്യ രഹസ്യം ഈ സോപ്പാണ്. അതിന് പോലും പൈസ കൊടുക്കേണ്ടത് ട്രഡീഷണൽ മേഖലയിൽ നമ്മളാണ്. നെക്സ്റ്റ് വന്നത് ഇ-കൊമേഴ്സ് മേഖലയിലാണ്. ഇ-കൊമേഴ്സ് മേഖലയിൽ ഇതേ 60 രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് 50 രൂപയ്ക്ക് തരികയും ബാക്കി ഹ്യൂജ് ആയിട്ടുള്ള 40 രൂപയുടെ ലാഭവിഹിതം ആരാ കൊണ്ടുവന്നത്? ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ അല്ല, അതിന് മുതലാളിയാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ ഇന്ന് ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാൾ ഒരു ഇ-കൊമേഴ്സ് കമ്പനിയുടെ മുതലാളിയായി മാറിയത്. അപ്പൊ അത് നമ്മളെ ഫിജിക്കാളിൽ വന്നാൽ എങ്ങനെയാണ് ഇത് വിതരണം ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു തരാൻ കഴിഞ്ഞു. കമ്പനിയുടെ ലാഭവിഹിതത്തിന്റെ ഇത്ര ശതമാനം നമ്മൾക്ക് ഇതിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് വിതരണം ചെയ്യുന്നു. അപ്പോൾ കൺവിൻസിങ് ആണ്. ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് കുറച്ച് എക്കണോമിക്സ് ആണ് പഠിച്ചത്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം കുറച്ചൊക്കെ വലിയ പഠിത്തമൊന്നും പഠിച്ചില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ചുകൂടി എനിക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു ക്യാഷ് എങ്ങനെ വിതരണം ചെയ്യാൻ കഴിയും. അപ്പൊ അത് എനിക്ക് കുറച്ചും കൂടി ആ ഒരു വരുമാന മാർഗം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ പക്ഷെ അപ്പോഴും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതിൽ കേട്ടു എക്സ്പാൻഷൻ ബോണസ്, നമ്മൾ 2 സൈഡിലും ആളുകളെ കൊണ്ടുവന്നു, ഇങ്ങനെ ആളുകൾ വരുന്നതിന് ക്യാഷ് കിട്ടുന്നു. അത് വലിയ സംശയമായിരുന്നു. നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. 2 പേരെ ആളെ കൊണ്ടുവരുന്നു, അങ്ങനെ കൊണ്ടുവരുന്നത് പറ്റിക്കലല്ലേ?
അപ്പോൾ അവിടെ എനിക്ക് എൻ്റെ സംശയം എന്താന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കൊടുക്കാൻ തുടങ്ങിയാൽ ഇപ്പോൾ ഒരു 10,000 രൂപ 20,000 രൂപയ്ക്കോ പ്രൊഡക്റ്റ് വാങ്ങിച്ചു അതിൻ്റെ ആവിധം കൊടുക്കാൻ കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ക്യാഷ് തീരുന്ന വരെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ വന്ന എല്ലാവർക്കും നമ്മളെ എൻ്റെ ഒരു തെറ്റിദ്ധാരണ എന്താന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇടുന്ന ക്യാഷ് ഈ ഫിജിക്കാരുടെ മുഴുവൻ എൻ്റെ മുന്നേ വന്ന ആളുകൾക്ക് മുഴുവനായിട്ട് ഈ പൈസ കൊടുക്കുന്ന. അപ്പോൾ ഒരു 10,000-20,000 രൂപ 30,000 രൂപയുടെ സാധനം വാങ്ങിച്ചു അതിൻ്റെ ലാഭവിഹിതം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര പേര് കൊടുക്കാൻ പറ്റും? അപ്പോൾ ഇതിന് നിലനിൽപ്പില്ല, ഈ സിസ്റ്റം പൊളിയും എന്നല്ല എനിക്കറിയാം. അവിടെയാണ് ഞാൻ എൻ്റെ സംശയം അങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ അമർന്ന് ശക്തിയായിട്ട് നിൽക്കുന്ന ഒരു സംശയമായിരുന്നത്. അവിടെയാണ് എനിക്ക് എക്സ്പാൻഷൻ പോളിസി ലാസ്റ്റ് വന്ന ഒരു വരിയുണ്ട്, ഒരു ദിവസം ഒരാൾക്ക് കിട്ടാവുന്ന മാക്സിമം തുക 1,500 സെയിൽസ് വോളിയം മാച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 30,000 രൂപ. അപ്പോൾ സീലിംഗ് പേ ഔട്ട് ഞാൻ ആ തുകയൊന്നും നോക്കിയില്ല. നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടാൻ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട് കമ്പനി. അപ്പോൾ അതിന് ബിസിനസ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലാഭവിഹിതത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾ കിട്ടുകയുള്ളൂ. അതിൽ കൂടുതൽ എത്ര ബിസിനസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടൂല എന്നുള്ളൊരു അറിവ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കാത്തതുകൊണ്ട് നിങ്ങൾക്കത് ചില വലിയ പ്രശ്നമായിരിക്കില്ല. പക്ഷെ എനിക്കത് വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരം എനിക്കത് കിട്ടിയതോടെ എനിക്ക് വലിയൊരു തിരിച്ചറിവാണുണ്ടായത്. ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങൾക്ക് ഉത്തരം ഇതിൽ നിന്ന് കിട്ടുന്നു. പക്ഷെ അപ്പോഴും ഞാൻ തീരുമാനം എടുത്തിട്ടില്ല ഇതിൽ വരണമെന്ന്. ഞാൻ ചെയ്തത് അതിനുശേഷം എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത പേജുകൾ മറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് മേരി മാഡം പറഞ്ഞൊരു പേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഡിജിറ്റൽ അക്കാദമി. നിങ്ങൾക്ക് ഈ ബിസിനസ് പഠിപ്പിച്ചു തരാം. അപ്പോൾ എനിക്ക് ബിസിനസ് വേണമെങ്കിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ട്രഡീഷണൽ ബിസിനസ്സിന്റെ ഭാഗമായിട്ട് ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, തൊഴിൽ മേഖലയിൽ എൻ്റെ വരുമാന മാർഗമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ബിസിനസ് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്തത് നസീമ മാഡം പറഞ്ഞു, ഞാനൊരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നു. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വ്യവസായ വകുപ്പിന്റെ ഒരു NGOയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് ഞാൻ. സ്വയംഭരണ സ്ഥാപനമാണ്, സർക്കാരിന്റെ തന്നെ IAS ഉദ്യോഗസ്ഥന്മാർ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിൽ വർക്ക് ചെയ്ത എനിക്ക് അവസാനത്തെ പേജിൽ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ. അതിനെക്കുറിച്ച് എനിക്ക് ഫിജിക്കാരനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ അറിയായിരുന്നു. അന്ന് പ്ലാൻ പറഞ്ഞ ആൾ പറഞ്ഞു, എനിക്കൊരു കാർഡ് ഉണ്ട്, ഈ കാർഡ് ഇത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ട്രെയിനിങ് കിട്ടിയിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആലോചിച്ചത് അവസാനത്തെ എൻ്റെ ഒരു സംശയം തീർന്നത് അങ്ങനെയാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള 6-7 IAS ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്ന ധനകാര്യ വകുപ്പിന്റെ കീഴിൽ സർക്കാരിന്റെ എല്ലാ സാമ്പത്തിക മേഖലയിലുള്ള നയപരമായിട്ടുള്ള തീരുമാനങ്ങൾക്കും അല്ലെങ്കിൽ നയപരമായിട്ടുള്ള ബജറ്റ് പോലെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെ ഗവൺമെന്റ് സ്ഥാപനമായ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തിന് ഈ ഒരു സിസ്റ്റത്തിനെ പിന്തുണക്കണം? അവിടെയാണ് എൻ്റെ അവസാനത്തെ സംശയം കൂടി മാറിയത്. ഇത് ചെറിയൊരു കാര്യമല്ല, ഇത് ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള കാര്യമാണ്. അവിടെ നമ്മോട് ഞാൻ തീരുമാനമെടുത്തു. എന്നിട്ടും ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ല. ഇതിലൊക്കെ നിങ്ങൾക്ക് പാഠമുണ്ട്. ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഞാൻ ഈ നമ്മുടെ ആപ്പ് ഉണ്ടാവും, നിങ്ങൾക്കൊക്കെ അറിയാം, ഫോണിലുള്ള ആപ്പ് എടുത്തു. ആപ്പ് എടുത്തിട്ട് നമ്മളെ പ്രൊഡക്റ്റിന്റെ റേറ്റ് എത്രയെന്നുള്ളത് ഞാൻ എൻ്റെ ഒരു 3-4 പേജിലോട്ട് എഴുതി വെച്ചു. എത്ര വില വരുന്നുണ്ട്, അതിൽ എത്ര സെയിൽസ് വോളിയം വരുന്നുണ്ട്, അത് കൺവിൻസിങ് ആണോ, നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണോ, ജീവിതത്തിൽ നമുക്ക് വേറെ ആൾക്ക് പറയാൻ പറ്റുന്നതാണോ എന്നുള്ള രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ എഴുതി വെച്ചു. ഞാൻ മാർക്കറ്റ് കൽപ്പറ്റയിലോട്ട് ഇറങ്ങി. ഈ പ്രൊഡക്റ്റിന്റെ വില എന്താന്നുള്ളത് നോക്കി. നമുക്ക് സ്ഥിരമായിട്ടുള്ള കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളുടെ വിലയിലെ അന്തരം എന്താണെന്നുള്ളത് നോക്കി. അവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്നിലേക്ക് കുറഞ്ഞു കിട്ടുന്നു കുറേ പ്രൊഡക്റ്റുകൾ, അല്ലെങ്കിൽ അതേ റേറ്റിന് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്തുള്ള അതേപോലെ റേറ്റിനാണ് ഇത് കിട്ടുന്നത്. പിന്നെ ഞാൻ ഒരിക്കലും കാത്തുന്നില്ല. പിന്നെ ഞാൻ ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ, ഒരു പക്ഷെ നിങ്ങൾ ചെയ്യുന്ന അബദ്ധം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്തിനെ ഞാൻ കണ്ടു. എൻ്റെ സുഹൃത്ത് ആരായിരുന്നു പറഞ്ഞാൽ ഒരിക്കലും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലായിരുന്നു ഞാൻ ചോദിച്ചത്. ഫിജിക്കാർഡ് ഇ-കൊമേഴ്സിനെ കുറിച്ച് അറിഞ്ഞ സമയത്ത് ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിട്ടുള്ള എൻ്റെ സുഹൃത്തിനെയാണ് ഞാൻ കണ്ടത്. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇത് ബോബി ചെമ്മണ്ണൂരിന്റെ തന്നെയാണോ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം, 2.5 വർഷം 3 വർഷം മുമ്പ് എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് കുറേ ആയി ജോയിൻ ചെയ്തോ എന്നൊക്കെ പറയുന്നു.
ഇത് ജെന്യൂനാണ്. ആ സമയം കൂടെ എനിക്ക് കാത്തിരിക്കേണ്ടി വന്നിട്ടുള്ളൂ. അതിന് ഞാനൊരു 10 ദിവസം എടുത്തു. അതും കൂടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിർത്താൻ, ബാക്കി കുറച്ച് പിന്നെ പറയാം. എന്നോട് പറഞ്ഞ സമയത്ത് എൻ്റെ സുഹൃത്തിനോടും ഈ ബിസിനസ് പറഞ്ഞിരുന്നു. ഞാൻ ഒരു 10 ദിവസം എടുത്തു ഇതിലോട്ട് വരാൻ, ഈ ഒരു പ്രോസസ്സ് പൂർത്തിയാകാൻ, ഈ പഠിക്കാനും ഇതിനെക്കുറിച്ച് അറിയാനൊക്കെ ഒരു 10 ദിവസം എടുത്തു ഞാൻ ഈ ഫിജി കാർഡിനെ കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ പഠിക്കാനും. പക്ഷെ എൻ്റെ സുഹൃത്ത് ഇതേപോലെ അതിൻ്റെ അടുത്ത ദിവസം ഫോൺ നോക്കി ബോബി ചെമ്മണ്ണൂറിന്റെ ബിസിനസ്സാണ്, ഇയാള് നമ്മളെ പറ്റിച്ച് വേണ്ടല്ലോ ഈ അദ്ദേഹത്തിന് ജീവിക്കേണ്ടത് എന്നുള്ള തീരുമാനം എടുത്തു. അടുത്ത ദിവസം തന്നെ അദ്ദേഹം ജോലിയും ഈ ഒരു ഫിജി കാർഡിൽ ഐഡി വെച്ചു, പാർട്ണറായി. അദ്ദേഹവും ഞാനും ഇന്ന് വരെ ഒരേപോലെ ഓടുന്നുണ്ട്. പക്ഷെ എൻ്റെ നിർഭാഗ്യവശാൽ അദ്ദേഹം എൻ്റെ 10 ദിവസം മുമ്പ് അടിച്ചതുകൊണ്ട് അദ്ദേഹം 8ാമത്തെ റാങ്കിലും ഞാൻ 7ാമത്തെ റാങ്കിലും ഞങ്ങൾ തമ്മിലുള്ള വരുമാനം ലക്ഷക്കണക്കിന് രൂപയുടെ വ്യത്യാസമുണ്ട്. ഇതിലൊക്കെ പാഠം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ബിസിനസിനെ കുറിച്ച് ഇന്ന് അറിയാത്ത 10,000 ലക്ഷക്കണക്കിന് ആൾക്കാർ പുറത്തു നിൽക്കുന്നുണ്ട്. അറിഞ്ഞ ആളുകൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇതിൽ ഇന്ന് ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിന് ചെറിയ സംശയം പോലും, ഞങ്ങൾ അഭിമാനത്തോടും ഞങ്ങൾ അല്പം അഹങ്കാരത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു നുണ പറഞ്ഞിട്ടോ ഒരു മോഹന വാഗ്ദാനം കൊടുത്തിട്ടോ ഫിജി കാർഡിലോട്ട് ഒരാളും വേണ്ട എന്ന് കമ്പനി അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇന്ന് ഈ ഒരു ആളിൽ നിന്നും ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാനുള്ള എല്ലാ അവസരവും ഇവിടെയുണ്ട്. അപ്പോൾ ആ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തി ഏറ്റവും വേഗത്തിൽ വരണം എന്നുള്ളത് സാധാരണയായി പറഞ്ഞതോളൂ. അങ്ങനെ ഞാൻ ഇതിൽ വന്നു. ആ സമയത്ത് പാർട്ട് ടൈം ആയിട്ട് മാത്രമാണ് ഞാൻ ചെയ്തെടുത്തത്. എൻ്റെ ആ ഒരു ജോലി ആ സമയത്ത് ഞാൻ സർക്കാർ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രൊജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ 2.5 മാസം 3 മാസം ഇതിൽ നിന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ എക്സ്പാൻഷൻ ബോണസ് ആണെങ്കിലും റീറ്റെയിൽ പ്രോഫിറ്റ് ആണെങ്കിലും മറ്റ് എല്ലാ വരുമാനങ്ങളും കിട്ടി തുടങ്ങി കഴിഞ്ഞ സമയത്ത്, ഇതിന് സാധ്യത മനസ്സിലായ സമയത്ത്, നമ്മളെക്കാൾ മുന്നേ വന്ന ആളുകൾ ഈ പറഞ്ഞ എല്ലാ ഫണ്ടും അച്ചീവ് ചെയ്ത സമയത്ത്, ഈ ബിസിനസിന്റെ എത്രമാത്രം ലാഭവിഹിതം നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള അറിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ എല്ലാ ജോലിയും ഉപേക്ഷിച്ച് ഫുൾ ടൈം ഫിജി കാർഡ് എന്നുള്ള ഒറ്റ പ്രൊഫഷനായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ കൊണ്ടുപോവുകയാണ്. അത് എൻ്റെ ജീവിതത്തിൽ വെച്ച് മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ലളിത മാഡം പറഞ്ഞു, അവർക്ക് എനിക്ക് തോന്നുന്നു സാമ്പത്തികമായിട്ട് പ്രയാസമൊന്നും ഉള്ള ഒരാളല്ല തോന്നുന്നു. നമ്മൾ എക്സ്പീരിയൻസ് പറഞ്ഞ സമയത്ത് സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർമെന്റ് ചെയ്ത് നയിക്കേണ്ട സമയമാണ്. അവർക്ക് ശാരീരികമായിട്ട് പ്രയാസം എന്തോ രോഗമൊക്കെ ഉള്ള സമയത്ത് അവർ മറന്നുപോയി എന്ന് പറഞ്ഞു. എനിക്കും അനുഭവം ഉണ്ട്. എൻ്റെ ടീമിൽ ഇതേപോലെ ഒരു ക്യാൻസർ പോലെയുള്ള ഒരു രോഗം എന്ന ഒരു മേഡം റിട്ടയർമെന്റ് ചെയ്തിരിക്കുന്നത്, അവരത് വരുന്നതിന് മുമ്പ് മുഴുവനായിട്ട് പ്രയാസപ്പെട്ട് എപ്പോഴും ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ഇതിൽ വന്നതിന് ശേഷം അസുഖം എവിടെ പോയി എന്ന് അറിയില്ല എന്നാണ്. അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള സമയമില്ല. എനിക്കും അങ്ങനെ തന്നെ. നമ്മളൊക്കെ കൊറോണയുടെ സമയത്ത് മാനസികമായി തളർന്നിരിക്കുന്ന സമയത്ത് ഒരാൾ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ഇടപെടാനോ ഒക്കെ ഇടപെടുന്ന ആളുകളായിരുന്നു. അപ്പം നമ്മൾ എന്തോ ഒരു മാനസികമായിട്ട് ഉൾവലിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇത് കിട്ടിയത്. ഇത് കിട്ടിയ സമയത്ത് എനിക്ക് ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് കരുത്ത് കിട്ടി. എവിടെ പോയാലും ഏത് പ്രശ്നത്തിലും ഇപ്പൊക്കെ നമ്മൾ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ തലമുറ, ഇനി വരുന്ന തലമുറ എത്രമാത്രം വഴികളിലൂടെ സഞ്ചരിക്കുക എന്നൊക്കെ അവർക്കൊക്കെ ഏറ്റവും നല്ല കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റാണ് നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ വരുന്ന തലമുറക്കോ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോലിയും ഗിഫ്റ്റും ഒക്കെയാണ് ഇതെന്ന് പറയാൻ പറ്റും. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ വ്യക്തിത്വം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഇരുന്ന് സംസാരിക്കാനോ 10 പേരുടെ അടുത്ത് ഇങ്ങനെ ഒരു വിശ്വാസാധിഷ്ഠിതമായി സംസാരിക്കാനൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയുന്നുള്ള വലിയ കാര്യം. പ്രസംഗമൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടുത്ത തലമുറക്കോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോ എന്തൊക്കെ കൊടുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളത് ഒരു പക്ഷെ 40-45 വയസ്സ് ആകുമ്പോഴേക്കും നമ്മളെ വിചാരിക്കും നമ്മുടെ കാലഘട്ടം കഴിഞ്ഞു, ഇത് നമ്മൾ എന്ത് ചെയ്യാനാണ്, നമുക്ക് ഇതുപോലെ പോവാന്ന്. അവിടെ പോലും 98 വയസ്സുള്ള സെയിൽസ് മാനേജറുള്ള കമ്പനിയാണ് നമ്മൾ. 98 വയസ്സുള്ള ആള് നമ്മുടെ കമ്പനിയിൽ ശമ്പളം മേടിക്കുന്നു. മന്ത്ലി പെർഫോമൻസ് ബോണസ് മാത്രമല്ല ഇൻഷുറൻസ് മേടിക്കുന്ന കമ്പനി. ഒന്ന് ആലോചിച്ചപ്പോൾ അവർ സ്വപ്നം കണ്ടത് എപ്പോഴായിരിക്കും? 98 ആണെങ്കിൽ 3 വർഷം കൂട്ടിക്കോളൂ. 95 വയസ്സിൽ അവർ ഈ ഫിജി കാർഡിൽ വന്നിട്ട് സ്വപ്നം കണ്ടിട്ട് സെയിൽസ് മാനേജർ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിന്റെ വലുപ്പം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയത്. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഒരു മന്ത്ലി പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞാൽ സാലറി കൊടുക്കുന്നു, ഒരു മാനദണ്ഡവുമില്ല. ഒരു ശമ്പളം കൊടുക്കാൻ ലോകത്തിൽ ഇന്നേ വരെ ഒരു മാനദണ്ഡവും ഒരു വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ചോദിക്കാത്ത ഒരു കമ്പനി ഉണ്ടെങ്കിൽ അത് ഫിജി കാർഡാണ്.
നമ്മളോടന്നെ ചോദിക്കാം. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ ഒഴിവാക്കിയോളൂ. നിങ്ങളോടന്നെ ചോദിക്കാം. ഒരു വിദ്യാഭ്യാസവും ഇല്ല, എനിക്കൊരു പിന്നെ 4ാം ക്ലാസ്, ഞങ്ങൾക്കൊക്കെ ലക്ഷ്മിയോടൊക്കെ ഉണ്ട്, ഒരു സ്കൂൾ വരെ പോകാത്ത ആള് ഇവിടെ നമ്മളെ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളെ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതുപോലെ 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി, ഇപ്പോൾ എനിക്ക് സർക്കാർ നൽകുന്ന ഇൻഷുറൻസ് ഉണ്ട്. ഇപ്പൊ ഇവർക്കൊക്കെ അറിയാം എത്ര ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ കിട്ടും എന്നുള്ളത് ഇൻഷുറൻസ്. ഇത് നമ്മൾ ഇന്ത്യയിൽ ഏത് ഹോസ്പിറ്റലിൽ പോയിട്ടും ഈ കാർഡ് കാണിച്ചു കൊടുത്താൽ നമുക്ക് VIP ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഇൻഷുറൻസ് പോളിസിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഒരു ജീവിതത്തിൽ വേണ്ട, ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഇതിലൂടെ കിട്ടുകയാണ്. അതും അതിന്റെ ബേസിക് ലെവൽ എന്ന് പറഞ്ഞാൽ 3ാമത്തെ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ, ഒരു 2000 സെയിൽസ് വോളിയം മാച്ച് ചെയ്തിട്ട് നമ്മളെ ടീമിൽ ബിസിനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അവസരമാണ്. അതിന് നിങ്ങളെ സഹായിക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ 100 കണക്കിന് 1000 കണക്കിന് ലീഡേഴ്സ് നമ്മളെ കൂടെ ഉണ്ട്. ഇതിന്റെ അവസരം എന്താന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച 19-ാം തീയതി ഞങ്ങൾ തിരുവനന്തപുരത്ത് പ്രോഗ്രാമിന് പോയി. അപ്പൊ നമ്മൾ അന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു നമ്മൾ ഇതിന്റെ ലീഗാലിറ്റി എന്താണെന്നുള്ളത്. ഞാൻ പല പരിപാടിക്ക് പോകലുണ്ട്, അതൊക്കെ വലിയ രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത്, അതുപോലെ ഓരോ സംഘടനാ തലത്തിൽ വരുമ്പോൾ ബ്രാഞ്ച് തലത്തിലോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന പഞ്ചായത്ത് തലത്തിലൊക്കെ ആളുകളെ കൂട്ടി ബസ് പിടിച്ചിട്ടൊക്കെയാണ് വലിയ സമ്മേളനത്തിലൊക്കെ ആളുകളെ കൊണ്ടുപോയി. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിന് കരരൂപം ഒക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ട് പ്രകാശനം ചെയ്യുന്ന ഒരു പ്രോഗ്രാമിന് എനിക്കത് 10,000 കണക്കിന് ആളുകളാണ് തിരുവനന്തപുരത്ത് എത്തിയത്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് മെത്തേഡിന്റെ ഒരു ആധികാരികമായിട്ടുള്ള അതിന്റെ വലുപ്പം എന്താന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്നാൽ വേറെ അതിന് തൊട്ടടുത്ത് പരസ്യം, പിന്നെ അവരെ ജീവിതോപാധിയൊക്കെ ആയിട്ട് സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന തുക എന്താന്ന് പറഞ്ഞാൽ വെറും ചെറിയ തുക. അതിന് പോലും സമരം ചെയ്യേണ്ട അവസരത്തിൽ സമയത്ത് നമുക്ക് ഇവിടെ നമ്മൾക്ക് ഒരു മാസം ഒരു വേണം പറഞ്ഞു ഒരു 10,000-18,000 രൂപ ഒരു മാസം കിട്ടാവുന്ന ഒരു റാങ്കാണ് 13ാമത്തെ റാങ്ക്, 13 റാങ്ക് ഉള്ളത്. ഇപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ സെയിൽസ് മാനേജറായിട്ട് പറഞ്ഞ മാഡമൊക്കെ പറഞ്ഞു, ഞങ്ങളൊക്കെ 1 കോടി രൂപ ഇവിടെ ഹോം ഫണ്ട് സ്വപ്നം കണ്ടു തുടങ്ങി. ഒരു പക്ഷെ നമ്മളൊന്നും ആഗ്രഹിച്ചില്ല, ഞങ്ങളൊക്കെ അത് ചിന്തിച്ചത് പിന്നെയാണ്. നമുക്ക് ഒരു 10,000-20,000 രൂപയോ മാറ്റി വെച്ചിട്ട് 1 കോടി രൂപ നമ്മളെ അക്കൗണ്ടിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വർഷം ജോലി ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര വർഷം നമ്മൾ മാറ്റി വെക്കണം നമ്മളോട് ചിന്തിച്ചാൽ മതി. ഒരു 10,000 രൂപ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾ 83 വർഷം ജോലി ചെയ്യണം. 83 വർഷം മാസം 10,000 രൂപ മാറ്റി വെക്കുകയും വേണം 1 കോടി രൂപ നമുക്ക് കിട്ടണമെങ്കിൽ. നിങ്ങളിതിൽ ആത്മാർത്ഥമായിട്ട് നിന്ന് നോക്കി, 2, 3, 4 വർഷം കൊണ്ട് ആ തുക നമ്മളെ കയ്യിൽ വരാൻ ഒരു പ്രയാസമില്ല. എന്താണിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, 8ാം ക്ലാസ് ഉള്ള സ്വപ്ന മാഡം ഈ 1 കോടി മേടിക്കാൻ നിൽക്കുകയാണ്. അവർ ടോട്ടൽ 3-3.5 കോടി രൂപ വാങ്ങിച്ചു കഴിഞ്ഞു. സാധാരണ വീട്ടുവേലയ്ക്ക് പോകുന്ന, പുറം പണിക്ക് ആരാന്റെ വീട്ടിൽ പോയിട്ട് അടുക്കള വേല ചെയ്തിരുന്ന സ്വപ്ന മാഡത്തിന് അത് കഴിയുമെങ്കിൽ നിങ്ങൾ എത്രമാത്രം സൗകര്യമുള്ള ആളുകളാണ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതിനേക്കാൾ ബുദ്ധിമുട്ടിയ ആളുകളുണ്ടോ? ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു, വളരെ പ്രയാസപ്പെട്ടിട്ട് പോകുന്ന സമയത്താണ് ഈ പ്ലാറ്റ്ഫോമിലോട്ട് വന്നത്. പക്ഷെ അവിടെ വന്നിട്ട് എനിക്ക് മാനസികമായിട്ട് വന്നൊരു കരുത്തുണ്ട്. അതിൽ നിന്ന് ഞാനത് ആത്മാർത്ഥമായി ഏറ്റെടുക്കുകയും എൻ്റെ ടീമിനെ കൊണ്ട് ഞാൻ നടക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത സമയത്ത് എനിക്ക് വരുമാനം കിട്ടുന്നു, എനിക്ക് എൻ്റെ റാങ്ക് അച്ചീവ് ചെയ്യുന്നു. പക്ഷെ അതിനേക്കാൾ എനിക്ക് വലിയതായിട്ട് തോന്നിയത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ ഏറ്റവും മിനിമം സ്വപ്നം കാണുന്ന ഒരാളായിരുന്നു. എന്താണെങ്കിലും അതിൽ ഏറ്റവും മിനിമം എൻ്റെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രമായി. ഒരു ബൈക്ക് എടുക്കുകയാണെങ്കിൽ ഏറ്റവും മിനിമം ഒരു ബൈക്ക്, ഒരു കാറാണെങ്കിൽ അതിൽ ഏറ്റവും മിനിമം ഒരു കാറ്. നമ്മൾ അതിന് ഭയങ്കര തത്വചിന്ത പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ടോട്ടലി പറഞ്ഞ നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു എനിക്ക്. ഏതൊരാൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാലും അതിനെക്കുറിച്ച് കുറ്റം കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രത്യേക വൈഭവം എനിക്കുണ്ടായിരുന്നു. അപ്പൊ എത്ര നല്ല ബിസിനസ് ആണെങ്കിലും അല്ല വേറെ എന്തെങ്കിലും പ്രോഗ്രാം ആണെങ്കിലും അതിന്റെ മോശവശങ്ങൾ കണ്ടുപിടിക്കുക, അത് പറഞ്ഞു കൊടുക്കുക. എടാ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പ്രശ്നമുണ്ട്. പക്ഷെ അതിൽ നിന്ന് ശരിക്ക് ഈ ഫിജിക്കാർഡ് വന്നതിന് ശേഷം ശരിക്കും ഞാൻ തിരിഞ്ഞ് തല തിരിഞ്ഞ് മാറിപ്പോയ പോലെ ഉണ്ട്. ഇപ്പൊ എന്ത് പറഞ്ഞാലും, ഇപ്പൊ ഒരാൾ നമുക്കിവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ബിൽഡിങ് മാനന്തവാടി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നടക്കുമോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ധൈര്യമായിട്ട്
ശ്രമിച്ചോ ഇവിടെ നടക്കും. നമ്മൾ പിന്നെ നമ്മളൊക്കെ ലീഡേഴ്സ് പറയുന്നതായിരിക്കും മൈൻഡ് സെറ്റ് ഈസ് എവരിത്തിങ് എന്ന് പറയുന്നത്. നമ്മളെ മൈൻഡ് എങ്ങനെയാണ് അതാണ് മുഴുവൻ. നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് നമ്മൾ അതുപോലെ ആയിത്തീരും. അതുകൊണ്ട് ആ ഫിസിക്കാർഡ് വരുന്നവരെ എനിക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടമൊന്നും ഇല്ലായിരുന്നു. പഠിക്കുന്ന സമയത്ത് കുറച്ച് പഠിച്ചിരുന്നു, കളിക്കുന്ന സമയത്ത് സ്പോർട്സ് കോട്ടയിൽ പിന്നെ ഇതൊക്കെ കിട്ടി. ഏത് എല്ലാ കോളേജിലാണെങ്കിലും ഡിഗ്രിക്കൊക്കെ ആണെങ്കിലും സീറ്റൊക്കെ കിട്ടും കളിക്കുന്നത് കൊണ്ട്. പക്ഷെ കളിച്ചു കഴിഞ്ഞിട്ടും എവിടെ എത്തിപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തോട്ടാണ്. ഞാൻ കളിക്കുന്ന സമയത്തും എൻ്റെ മനസ്സിൽ വരുന്നത് എന്താന്ന് പറഞ്ഞാൽ എന്നേക്കാൾ കളി അറിയുന്ന ആളുകളാണ് എൻ്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് എനിക്ക് എവിടെയും ഒരു എക്സ്ട്രീം ലെവലിൽ എത്താൻ പറ്റൂല. നമ്മളെ മൈൻഡ് സെറ്റ് അത് വലിയ പ്രശ്നമാണ്. നമുക്ക് എത്ര വലിയ പ്രതിഭ ഉണ്ടെങ്കിലും നമ്മളെ മൈൻഡ് സെറ്റ് എന്നേക്കാൾ കളി അറിയുന്നവരാണ് എൻ്റെ മുന്നിലുള്ള തോട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നേക്കാൾ പഠിക്കുന്ന ആളുകളാണ് എൻ്റെ കൂടെ ഉള്ളത് തോന്നി കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എത്തൂല. ശരിക്കും ഈ ഫിജിക്കാർഡിൽ വന്നതിന് ശേഷമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഫിജിക്കാർഡിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായി ബിസിനസ് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാനാണ്. പക്ഷെ നിങ്ങൾക്ക് പക്ഷെ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ തന്നെ രാജാവ്, അതിന് ആർക്കും വിട്ടുകൊടുക്കില്ല. പക്ഷെ ഫിജിക്കാർഡിൽ വരുന്നവരെ എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ അടുത്ത കൂട്ടുകാരനോ എൻ്റെ ബന്ധുവൊക്കെ ആയിരുന്നു രാജാവും രാജ്ഞിയൊക്കെ. ഇവിടെ ഫിജിക്കാർഡ് വന്നതിന് ശേഷം ഞാൻ തന്നെയാണ് എൻ്റെ സ്വപ്നത്തിൽ, എൻ്റെ കഥയിലെ രാജാവ് ഞാൻ തന്നെ. ആ ഒരു തോട്ട് വന്നാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അപ്പോൾ ഞാൻ ഈ സാമ്പത്തികമായിട്ട് നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ മൈൻഡിൽ വന്നൊരു മാറ്റം അത് തന്നെയാണ് ഫിനാൻഷ്യലായിട്ട് എന്നെ മെച്ചപ്പെടുത്താനും കാരണമായത്. അപ്പോൾ എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികൾ വരുവാണെങ്കിൽ നമ്മൾ കൂളായിട്ട് അത് നേരിടുകയും അത് കൂളായിട്ട് അതിന് മറികടക്കാനും കഴിയും. അത് തന്നെയാണ് ഈ ഫിജിക്കാർഡിലൂടെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് കമ്പനി നമ്മളെ പോലുള്ള സാധാരണക്കാരെ ഏറ്റെടുത്ത് അതിൻ്റെ ഏറ്റവും 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മന്ത്ലി പെർഫോമൻസ് ബോണസും അതുപോലെ തന്നെ 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസും. അതിന് പുറമെ ഇന്ന് കമ്പനി സ്വന്തമായിട്ട് പ്രൊഫഷണലിസം ഏറ്റവും കൂടുതൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കമ്പനിയായി മാറിയിരിക്കുകയാണ്. നമ്മൾ നിന്ന് കൊടുത്താൽ മതി. ഈ സമയത്ത് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറുക, നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അതിനെ കൂടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒഴുകുന്ന പുഴയാണ്. അതിലോട്ട് ഒഴുകാൻ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഓരോ ഗ്ലാസ്സോ ഓരോ കുറച്ച് തുള്ളി വെള്ളങ്ങളാണ്. പക്ഷെ ഫിജിക്കാർഡ് എന്ന് പറഞ്ഞാൽ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ഈ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക, അതിൻ്റെ കൂടെ പോയാൽ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് കിട്ടും. നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരും. കാരണം ഞാൻ അന്ന് ഏറ്റവും മിനിമം മാത്രം ആഗ്രഹിച്ചിരുന്ന ഞാൻ വന്നത് ഒരു 13 ലക്ഷം രൂപയുടെ ഒരു കാറിലാണ്. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ നിന്നല്ല, വിദൂരമായിട്ടുള്ള ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമാണ്. അപ്പം എനിക്ക് ഒരു കാർ ഉണ്ടായിരുന്നു, അതിന് മുമ്പ് ഒരു കാർ ഉണ്ടായിരുന്നു. അത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും ലോ എഡിഷൻ, ഏറ്റവും താഴ്ന്നൊരു എഡിഷനാണ്. നമ്മൾ ഹാൻഡ് കൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ച് ഗ്ലാസ് താഴ്ത്തുക. അപ്പോൾ ആ സമയത്ത് ചെറിയ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പവർ വിൻഡോ ഒക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ആ സമയത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാനിത് പറഞ്ഞ പോലെ അതൊക്കെ എന്തിനാ, ആളുകൾ കുറച്ച് താഴ്ത്തിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആ തോട്ട് അത്ര വരെ പോകുന്നുള്ളൂ. പക്ഷേ ആ സമയമാണ് എൻ്റെ കുട്ടികൾ, എൻ്റെ മക്കൾ ഇങ്ങനെ പറയുമായിരുന്നു വണ്ടിയിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ റൂഫുള്ള കാറ് വേണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ എവിടെയോ അതിങ്ങനെ തടഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്കൊന്നും കഴിയില്ല. ഒരു റൂഫുള്ള കാർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു 50, 60, 70 വയസ്സൊക്കെ ഉണ്ടെങ്കിൽ, ജീവിതം ഉണ്ടെങ്കിൽ, കുറെ ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്നു. പക്ഷെ ഞാനൊരു അപ്ഡേറ്റ് ചെയ്യാൻ സമയത്ത് എൻ്റെ കാറ് അപ്ഡേറ്റ് ചെയ്യാൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒറ്റ ചിന്ത റൂഫുള്ള കാർ വേണം. എൻ്റെ മക്കൾക്ക് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് പോകണം. അപ്പം നമ്മളെ സ്വപ്നങ്ങളൊക്കെ എപ്പോഴോ ഉപേക്ഷിച്ചു പോയി. നമ്മൾ വരും തലമുറ മക്കളുടെ സ്വപ്നങ്ങളാണ്. അവിടെ ഞാൻ 13 ലക്ഷം രൂപയുടെ ഒരു ബ്രസയുടെ കാർ എടുക്കാൻ കാരണം എൻ്റെ മക്കളുടെ ഈ ഒരു ആഗ്രഹം. അതിന് എൻ്റെ തോട്ട് ആ ലെവലിൽ പോകാൻ കാരണം നിങ്ങൾ വെറുതെ ഒന്നും ആലോചിക്കണം. നിങ്ങളെ മനസ്സിനോട് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മാറണം. അവിടെ ഞാൻ മാറണം, അല്ലെങ്കിൽ ഞാൻ 13 ലക്ഷം എൻ്റെ കയ്യിലുണ്ടായത് കൊണ്ടൊന്നല്ല, പക്ഷെ ഞാൻ ചിന്തിച്ച് എൻ്റെ മനസ്സ് വലുതായി, എൻ്റെ ചിന്ത വലുതായതുകൊണ്ട് ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. ആ കാറ് ഞാൻ പോയിട്ടെടുത്തു. അതിന് എനിക്ക് ശക്തി നൽകിയത് നിങ്ങൾക്കറിയാം. 13 ലക്ഷം രൂപയുടെ ബാധ്യത നമുക്ക് വരുമ്പോൾ നമ്മൾ ആരെങ്കിലും അതിനോട്ട് നിൽക്കുമോ? പക്ഷെ അതിന് കരുത്ത് നൽകിയത്, അതിൻ്റെ മുന്നിൽ അവസരം തെളിഞ്ഞു നിൽക്കുന്ന, നമ്മൾ പോസിറ്റീവായിട്ട് നമുക്ക് അതിലോട്ട് പോകാൻ കഴിഞ്ഞത് 101% പറയാൻ പറ്റും ഫിജിക്കാർഡ് എന്നുള്ള വലിയൊരു
അവസരം. അപ്പൊ നമുക്കൊക്കെ ഒരു പക്ഷേ ക്യാഷ് കിട്ടുന്നുണ്ടാവും, പൈസ കിട്ടുന്നുണ്ടാവും, പല സാഹചര്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ എന്തൊക്കെയോ ചിന്തിച്ചിട്ട് അതിൽ നിന്നൊക്കെ മാറി നിൽക്കും. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് വെറും 33 സ്റ്റോറുകളും പ്രൊഡക്റ്റൊക്കെ ഇത്ര അധികം പ്രൊഡക്റ്റൊന്നും ഇല്ലായിരുന്നു. അതേപോലെ മറ്റ് പല കാര്യങ്ങളും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ നിന്നു, ഇത് പിടിച്ചു നിന്നു. ഈ ബിസിനസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ 10 ഇരട്ടി അവസരമുണ്ട്. ബോച്ചേട്ടി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ ഇനി അടുത്ത മാസം മുതൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. ഈ പ്രൊഡക്റ്റ് വിൽക്കാനും വാങ്ങാനും അതിന് ലാഭവിഹിതം വാങ്ങിക്കാനും ഒക്കെ ഉള്ള അവസരം നമുക്ക് കിട്ടുന്നു. അതിന് പുറമെ ഈ 1000 ഏക്കർ ഞങ്ങളൊക്കെ ഇടക്കിടക്ക് പോയി കാണുന്നതാണ് മേപ്പാടി. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആകാൻ പോവുകയാണ്. അവിടെ ഇപ്പം തന്നെ നമുക്ക് അതിന്റെ ടെന്റുകൾ വിൽപ്പന നടത്താം, അതിന്റെ ലാഭവിഹിതം നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പൊ ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വലിയൊരു 10,000-കണക്കിന് കോടിയുടെ ആസ്തിയുള്ള ഒരു ഓണർ പാർട്ണർഷിപ്പ്, മുഴുവൻ പ്രൊഡക്റ്റും നമ്മൾക്ക് വിൽക്കാനും വാങ്ങാനും അതിന്റെ ലാഭവിഹിതം വാങ്ങിക്കാനും കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരം നമ്മളെ മുന്നിൽ ഇങ്ങനെ നിങ്ങൾ പാടി വിളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ എന്താ, ഈ ഒരു വാഹനത്തിൽ കയറി നിന്നോളൂ, ഇത് പുറപ്പെടാനായി എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ പല ജീവിതത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആളുകൾ എനിക്കൊരു എന്തായാലും 18 വയസ്സ് മുതൽ 10, 60, 70 വയസ്സുള്ള ആൾക്കാർ ഈ ഒരു ഹാള് തന്നെ ഉണ്ട്. ഇത്രയും വർഷത്തിനുള്ളിൽ നമ്മളുടെ മുന്നിലൂടെ എത്ര അവസരങ്ങൾ പോയിട്ടുണ്ട്. നമ്മൾ കാണാഞ്ഞിട്ടല്ല, നമ്മൾ തീരുമാനം എടുക്കാഞ്ഞിട്ടാണ്. നമ്മളെ തീരുമാനം മറ്റാർക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടാണ്. നമ്മളെ തീരുമാനം നമ്മുടേതല്ല, നമ്മളെ സുഹൃത്തോ നമ്മളെ ബന്ധുവോ എന്തിനു പറയും, നമ്മളെ ഭാര്യയോ ഭർത്താവോ അമ്മയോ അച്ഛനോ തീരുമാനം എടുക്കുന്നവരായി മാറ്റിയത് കൊണ്ടാണ്. നമ്മളെ തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ വരുന്ന ഏതൊരാളെയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം നമുക്കുണ്ടാവും. നമ്മളുടെ അവസരം അല്ലെങ്കിൽ നമ്മളെ തീരുമാനം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുമ്പോൾ മാത്രമാണ് ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ എന്തുകൊണ്ടാണ് നിങ്ങളൊരു വരുമാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ ചെയ്തത് നമ്മളെ തീരുമാനങ്ങളൊക്കെ മറ്റാർക്കോ കൊടുത്തു. മറ്റാരോ പറയുന്ന തീരുമാനങ്ങൾ ഒരു ഏറ്റവും ഫ്രീ ആയിട്ട് കിട്ടുന്ന നമുക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന് ഉപദേശം കിട്ടും, അഭിപ്രായം കിട്ടും. ഏതൊരു കാര്യത്തിനെ കുറിച്ച് ചോദിച്ചാലും അതിനെ പറ്റിയിട്ട് അഭിപ്രായം നമ്മളുടെ ആൾക്കാർ പറഞ്ഞ് നമ്മൾ തരും, അതിന് വേണ്ടിയിട്ട് ഉപദേശം തരും, നീ അത് ചെയ്യാൻ കേട്ടോ. ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ ലോകത്തിൽ എന്ത് കാര്യം എന്നോട് ചോദിച്ചാലും ഞാൻ അഭിപ്രായം പറയും. ഇപ്പോൾ ബഹിരാകാശത്ത് പോകുന്ന കാര്യമാണെങ്കിലും കടലിന്റെ അടിയിൽ പോകുന്ന കാണാണെങ്കിലും പൊളിറ്റിക്കലായിട്ട് അമേരിക്കയിൽ നിന്ന് നടക്കുകയാണെങ്കിലും പിന്നെ സൗദി അറേബ്യയിൽ നിന്ന് നടക്കുകയാണെങ്കിലും ഓസ്ട്രേലിയയിൽ നിന്ന് നടക്കുകയാണെങ്കിലും അതിനെ കുറിച്ചൊക്കെ ഞാൻ അഭിപ്രായം പറയും. അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞിട്ടേ പോകും. എന്താ ഞാൻ എന്തോ ആണ്, അതുപോലുള്ള ടെൻഡൻസി നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ട്. നമ്മുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ അത് പക്ഷെ ഇവിടെ നമ്മളോട് നല്ലത് പറഞ്ഞു തരാനും നമ്മളുടെ ഏറ്റവും അടുത്ത ആളുകൾ പോലും ഉണ്ടാവാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ ഒരു ചോദ്യങ്ങൾക്ക് നിങ്ങളോട് ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ വിജയിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള അവസരം ഇന്ന് ഇവിടെ ഉണ്ട്, ഫിജി ഗാർഡിനുണ്ട്, ഇതിന്റെ ലീഡേഴ്സിന്റെ കയ്യിലുണ്ട്. അവർ നിങ്ങൾ പറഞ്ഞു തരും. ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ട് ഒരിക്കലും ബോബി ചെമ്മണ്ണൂറിനോ ഫിജി ഗാർഡിനോ നമ്മളെയൊന്നും ആവശ്യമില്ല. അത് നമ്മളില്ലേ വേറെ ആളുകളെ കൊണ്ട് പോകും. പക്ഷെ നമുക്കൊക്കെ ഇങ്ങനത്തെ ഒരു അവസരം വേറെ എവിടെ കിട്ടും എന്നുള്ളത് മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി. നിങ്ങൾ ചോദിക്കുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, നിങ്ങളൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കുക, അതിന്റെ ലീഗാലിറ്റി നോക്കുക, അതിന്റെ പ്രൊഡക്റ്റുകൾ, പ്രത്യേകിച്ച് ബിസിനസ് ആണെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റുകൾ നോക്കുക, അതിന്റെ മാനേജ്മെന്റ് നോക്കുക, അതിന്റെ വരുമാന മാർഗം എന്താണെന്നുള്ളത് നോക്കുക. ഇതൊക്കെ ജെന്യൂനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ഇത് ചോദിച്ച് മനസ്സിലാക്കുക. ഏറ്റവും വേഗത്തിൽ ഞാൻ പറഞ്ഞാൽ എനിക്കന്ന് ആ ഒരു ബിസിനസ്സിനെ കുറിച്ച്, ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് അറിഞ്ഞത് കൊണ്ടെന്നല്ല ഞാൻ കയറി നിന്നത്. അന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞ സമയത്ത് എൻ്റെ ഉള്ളിലുള്ള സംശയങ്ങൾക്ക് ഉത്തരം അതിലുണ്ടായത് കൊണ്ട് മാത്രമാണ്. അതിനുശേഷം ഡിജിറ്റൽ അക്കാദമി എന്ന് പറയുന്ന ഈ ഒരു ഗുലാബ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനിങ് കിട്ടിയ ട്രെയിനേഴ്സ് തരുന്ന ആ പാഠങ്ങൾ മറ്റവരോടും ചോദിക്കാതെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് എനിക്ക് ഇവിടെ നിന്നിട്ട് നിങ്ങളോട് പറയാനും കമ്പനിയുടെ 7ാമത്തെ റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യാനും കഴിയുന്നു. 13 റാങ്ക്. ഞാനൊരു എക്സൈറ്റ്മെന്റിലാണ്. ഞങ്ങൾ ലീഡേഴ്സ് കുറേയൊക്കെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. 13 റാങ്കാണ് ഉള്ളത്. ഞങ്ങളിങ്ങനെ ആലോചിക്കുക ഏറ്റവും മാക്സിമം 13 വർഷം എടുത്തിട്ട് 13 റാങ്കിൽ എത്തിയാലും എനിക്ക് 4.5 കോടി രൂപ ഏറ്റവും മിനിമം ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. അവിടെ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ കൂടെ കോടികൾ കിട്ടിയതും
അതുപോലെ തന്നെ ലക്ഷങ്ങൾ കിട്ടിയ ഒരുപാട് വീട്ടമ്മമാരും ഒരുപാട് സ്റ്റുഡൻസും ഒരുപാട് വിദ്യാഭ്യാസം ഇല്ല എന്ന് ഭൗതികമായിട്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളും ഉണ്ട് എന്ന് പറയും. അതിനേക്കാൾ വലിയൊരു പുണ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ ഇല്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു അവസരമാണ് കിട്ടിയെന്നുള്ളത് എൻ്റെ അനുഭവത്തോടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. എല്ലാവർക്കും ഫിജി കാർഡിലൂടെ ജീവിതത്തിൽ നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു നാൾ വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്കറിയാം, അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലൂടെ അധികമൊന്നും വരില്ല. ഓടുന്ന കുതിരയെ പോലെയാണ് അവസരങ്ങൾ എന്ന് പറയുന്നത്. ഓടുന്ന കുതിരയെ പോലെ അവസരങ്ങൾ നമ്മളെ മുന്നിലൂടെ ഓടിപ്പോകുമ്പോൾ നമ്മൾ ഈ മത്സര ബുദ്ധി അല്ലെങ്കിൽ ഈ മത്സര സാഹചര്യത്തിൽ, കാരണം എന്തിന് കോമ്പറ്റീഷൻ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ പാഞ്ഞ് ചാടി കയറിയാൽ മാത്രമേ അവസരങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ ഫിജി കാർഡ് എന്ന് പറയുന്ന ഈ ഒരു അവസരം നമ്മളുടെ മുന്നിൽ ഒരു കുതിരവണ്ടിയാണ്, നിർത്തിയിട്ട കുതിരവണ്ടിയാണ്. അതിൽ നമ്മൾ കയറി നിന്നാൽ കുതിക്കാൻ വെമ്പുന്ന ഈ കുതിരവണ്ടിയിൽ നിങ്ങൾ കയറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം നമുക്ക് നഷ്ടപ്പെട്ട അവസരങ്ങളെക്കാൾ വലിയൊരു അവസരം നമ്മളുടെ മുന്നിൽ കിട്ടുന്നുള്ള 100% ഉറപ്പാണ്. അപ്പോൾ ഇന്ന് വന്ന എല്ലാവർക്കും നല്ല ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഫിജി കാർഡിലൂടെ വലിയ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. സലാം. ഫിജി കാർഡ്. താങ്ക് യു.